പാടാം. തിരുനാഥനായി പ്രിയജനമേ, ഭയമോടെ ഭക്തിയോടെ ബഹുമാനത്തോടെ ബലിയേകാം. അണയാം, അനുഗമിക്കാം, അനുരഞ്ജിതരായി ബലിയേകാം. ബലിയർപ്പിക്കാൻ വരുവിൻ അൾത്താരമുന്നിൽ പ്രിയജനമേ, സ്തുതിഗീതങ്ങൾ പാടാം. തിരുനാഥനായി പ്രിയജനമേ. തമ്പുരാന്റെ ബലിപീഠത്തിലേക്ക് നമ്മുടെ നിയോഗങ്ങളും ആവശ്യങ്ങളും നമുക്ക് സമർപ്പിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം. ഒരുമയോടെ ബലി അർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം. നവമൊരുക്കിടമൊരുക്കിടാം. ഗുരുവിൻ സ്നേഹമോടിയാകം തിരുമുൻപാകെ അണച്ചിടാം. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം. ഒരുമയോടെ ബലി അർപ്പിക്കാം. അത്യുന്നതമാം സർലോകത്ത് സർവേശനു സ്തുതി ഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്ത് സർവേശനു സ്തുതി ഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്ത് സർവേശനു സ്തുതി ഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഭൂഷിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ.
എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വം എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്നുദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം ഞങ്ങളുടെ നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുനാമത്തിൽ ഉറച്ചു വിശ്വസിക്കുന്നതിനും ആ വിശ്വാസം ഏറ്റവും ആത്മാർത്ഥതയോടുകൂടി ഏറ്റുപറയുന്നതിനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സകലത്തിന്റെയും നാഥായ നീക്കും. ആമേൻ. കർത്താവേ മമ രാജാവേ, പാടും നിൻ പുകൾ എന്നും ഞാൻ. സകലേശാനിൻ തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതം. കർത്താവേ നിൻ സ്തുതി പാടും, അനുദിനമങ്ങയെ വാഴ്ത്തും ഞാൻ. നാഥൻ മഹിമ നിറഞ്ഞവനും ആരം സ്തുത്യനു നിന്നെന്നും. അനുവർത്തിൻ മമനാദാനിൻ മഹിമയ്ക്കളവിൽ അറിവോ ഞാൻ. തലമുറ തലമുറയോരെന്നും തവ കർമ്മങ്ങൾ വിവരിക്കും. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. സകലത്തിന്റെയും നാഥായ നീക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്തിനു നിത്യമഹോന്നതമാമുത്ഥാനം നീ അരുളുന്നു. അക്ഷയമവരുടെ ആത്മാവിൻ ഉത്തമ രക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, നീ സത്യമായി ഞങ്ങൾ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ അനുദിനം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായ നീക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ.
പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സുദീർഘനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം വളരുന്നതിനെ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. സകലത്തിന്റെയും നാഥായ നീക്കും. ആമേൻ. സഹോദരരെ, നിങ്ങളിരുന്ന് ശ്രദ്ധയോടെ ദൈവവചനം ശ്രവിക്കുവിൻ. യേശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന, അധ്യായം 43, 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. മിശിഹ നിന്നെ അനുഗ്രഹിക്കട്ടെ. യാക്കോബേ, നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേലെ നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത കർത്താവ് അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എൻ്റേതാണ്. സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല. അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കുകയില്ല. ജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. ഞാൻ നിന്റെ ദൈവമായ കർത്താവും രക്ഷകനും ഇസ്രായേലിൻ്റെ പരിശുദ്ധനുമാണ്. നിന്റെ മോചനദ്രവ്യമായ ഈജിപ്തും നിനക്ക് പകരമായി എത്യോപ്യയും സേബായും ഞാൻ കൊടുത്തു. നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാന്യനും പ്രിയങ്കരനും ആയതുകൊണ്ട് നിനക്ക് പകരമായി മനുഷ്യരെയും നിന്റെ ജീവന് പകരമായി ജനതകളെയും ഞാൻ നൽകുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. കിഴക്ക് നിന്ന് നിന്റെ സന്തതിയെ ഞാൻ കൊണ്ടുവരും. പടിഞ്ഞാറ് നിന്ന് നിങ്ങളെ ഒരുമിച്ച് കൂട്ടും. വടക്കിനോട് വിട്ടുകൊടുക്കുക എന്നും തെക്കിനോട് തടയരുത് എന്നും ഞാൻ ആജ്ഞാപിക്കും. ദൂരത്തു നിന്ന് എൻ്റെ പുത്രന്മാരെയും ഭൂമിയുടെ അതിർത്തികളിൽ നിന്ന് പുത്രിമാരെയും കൊണ്ടുവരുവിൻ. എൻ്റെ മഹത്വത്തിനായി ഞാൻ സൃഷ്ടിച്ച് രൂപം കൊടുത്തവരും എൻ്റെ നാമത്തിൽ വിളിക്കപ്പെടുന്നവരുമായ എല്ലാവരെയും കൊണ്ടുവരുവിൻ. ദൈവമായ കർത്താവിനെ സ്തുതി. സർവചരാചരവും ദൈവമഹത്വത്തെ വാഴ്ത്തി പാടുന്നു. മംഗളവാർത്ത കാലമിതിൽ കീർത്തനമൊന്നായി പാടിടുവിൻ. നിസ്തുലമാം തൻ ചെയ്തികളാൽ നാഥന് സമനായി എല്ലാരും വാഴ്ത്തിയിടാം നിത്യം തിരുനാമം. കരവിരുതല്ലോ വാനവിധാനങ്ങൾ ഉദ്ഘോഷിക്കുന്നു. മംഗളവാർത്ത കാലമതിൽ കീർത്തനമൊന്നായി പാടിടുവിൻ. നിൻസ്തുലമാം തൻ ചെയ്തികളാൽ നാഥനു സമനായി എല്ലാരും വാഴ്ത്തിയിടാം നിത്യം തിരുനാമം. നിത്യപിതാവിനും സുതനും റൂഹായ്ക്കും സ്തുതിയുണ്ടാകട്ടെ. മംഗളവാർത്ത കാലമതിൽ കീർത്തനമൊന്നായി പാടിടുവിൻ. നിൻസ്തുലമാം തൻ ചെയ്തികളാൽ നാഥനു സമനായി എല്ലാരും വാഴ്ത്തിയിടാം നിത്യം തിരുനാമം. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. മംഗളവാർത്ത കാലമതിൽ കീർത്തനമൊന്നായി പാടിടുവിൻ. നിൻസ്തുലമാം തൻ ചെയ്തികളാൽ നാഥനു സമമായി എല്ലാരും വാഴ്ത്തിയിടാം നിത്യം തിരുനാമം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകമായ തിരുവചനം ശ്രദ്ധയോടുകൂടി ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും അതിനനുസരിച്ച് ആഗമനകാലത്തിൽ ഒരുങ്ങുന്നതിനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സകലത്തിന്റെയും നാഥായ നീക്കും. ആമേൻ.
എൻ്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ എഫേസൂസുകാർക്ക് എഴുതിയ ലേഖനം അധ്യായം 5 21 മുതൽ 6 അധ്യായം 4 വരെയുള്ള വാക്യങ്ങൾ ഗുരു ആശീർവദിക്കും. ക്രിസ്തുവിനോടുള്ള ബഹുമാനത്തെ പ്രതി നിങ്ങൾ പരസ്പരം വിധേയരായിരിക്കുവിൻ. ഭാര്യമാരെ, നിങ്ങൾ കർത്താവിനെന്ന പോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. എന്തെന്നാൽ ക്രിസ്തു തൻ്റെ ശരീരമായ സഭയുടെ ശിരസായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസാണ്. ക്രിസ്തുവിനെ തന്നെയാണ് ശരീരത്തിൻ്റെയും രക്ഷകനും. സഭ ക്രിസ്തുവിന് വിധേയരായിരിക്കുന്നത് പോലെ ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം. ഭർത്താക്കന്മാരെ, ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കുവാൻ വേണ്ടി തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശുദ്ധീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി. ഇത് അവളെ കരയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാതെ മഹത്വപൂർണമായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധയുമായിരിക്കുന്നതിനും വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം ശരീരത്തെ എന്ന പോലെ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെയാണ് സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ. ക്രിസ്തു സഭയെ എന്ന പോലെ അവൻ അതിനെ പരിപോഷിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. എന്തെന്നാൽ നാം അവൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളാണ്. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേരും. അവർ രണ്ടുപേരും ഒന്നാവുകയും ചെയ്യും. ഇത് ഒരു വലിയ രഹസ്യമാണ്. സഭയോടും ക്രിസ്തുവിനോടും ബന്ധപ്പെടുത്തിയാണ് ഞാൻ ഇത് പറയുന്നത്. ചുരുക്കത്തിൽ, നിങ്ങളിലാരോ വ്യക്തിയും തന്നെപ്പോലെ തന്നെ ഭാര്യയെയും സ്നേഹിക്കണം. ഭാര്യയാകട്ടെ ഭർത്താവിനെ ബഹുമാനിക്കുകയും വേണം. കുട്ടികളെ, കർത്താവിൽ നിങ്ങൾ മാതാപിതാക്കന്മാരെ അനുസരിക്കുവിൻ. അത് ന്യായയുക്തമാണ്. നിങ്ങൾക്ക് നന്മ കൈവിടരുന്നതിനും ഭൂമിയിൽ ദീർഘകാലം ജീവിക്കുന്നതിനും വേണ്ടി മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക. വാഗ്ദാനത്തോടു കൂടിയ ആദ്യത്തെ കൽപ്പന ഇതത്രേ: പിതാക്കന്മാരെ, നിങ്ങൾ കുട്ടികളിൽ കോപം ഉളവാക്കരുത്. അവരെ കർത്താവിൻ്റെ ശിക്ഷണത്തിലും ഉപദേശത്തിലും വളർത്തുവിൻ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. Hallelujah, 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 hallelujah. ദീപങ്ങൾ അനുയാത്രികരായി തിരുവചനം വരവായി. ധൂപം നിറയും പീഠത്തിൽ തിരുവചനം വിടരുന്നു. ദീപങ്ങൾ അനുയാത്രികരായി തിരുവചനം വരവായി. ധൂപം നിറയും പീഠത്തിൽ തിരുവചനം വിടരുന്നു. തിരുനാളങ്ങൾ തന്നടുവിൽ ഇന്നിതാ തിരുമൊഴികൾ ചുഴഴിയുന്ന നേരമായി. ചെവിയോർക്കാം, ഹൃദയം നൽകാം, അതരത്താലെ പാടാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്ക് ശ്രദ്ധാപൂർവ്വം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോട് കൂടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. 1-ാം അധ്യായം 5 മുതലുള്ള തിരുവചനങ്ങൾ. ഹെരോദീസ് യൂദയ രാജാവായിരുന്ന കാലത്ത് അബിയായുടെ ഗണത്തിൽ സഖറിയ എന്നൊരു പുരോഹിതൻ ഉണ്ടായിരുന്നു. അഹ്റോന്റെ പുത്രിമാരിൽപ്പെട്ട എലിസബത്ത് ആയിരുന്നു അവന്റെ ഭാര്യ. അവർ ദൈവത്തിന് മുമ്പിൽ നീതിനിഷ്ഠരും കർത്താവിന്റെ കൽപ്പനകളും പ്രമാണങ്ങളും കുറ്റമറ്റ വിധം അനുസരിക്കുന്നവരും ആയിരുന്നു. അവർക്ക് മക്കളുണ്ടായിരുന്നില്ല. എലിസബത്ത് വന്ധ്യയായിരുന്നു. ഇരുവരും പ്രായം കവിഞ്ഞവരുമായിരുന്നു. തന്റെ ഗണത്തിന് നിശ്ചയിപ്പെട്ടിരുന്ന ക്രമമനുസരിച്ച് ദൈവസന്നിധിയിൽ ശുശ്രൂഷ നടത്തി വരവേ പൗരോഹിത്യ വിധി പ്രകാരം കർത്താവിന്റെ ആലയത്തിൽ പ്രവേശിച്ച് ധൂപം സമർപ്പിക്കുവാൻ സഖറിയായ്ക്ക് കുറി വീണു. ധൂപാർപ്പണ സമയത്ത്
സമൂഹം മുഴുവൻ വെളിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ കർത്താവിന്റെ ദൂതൻ ധൂപപീഠത്തിന്റെ വലതുവശത്ത് നിൽക്കുന്നതായി സക്രിയായിക്ക് അനുഭവപ്പെട്ടു. അവനെ കണ്ട് സക്രിയ അസ്വസ്ഥനാകുകയും ഭയപ്പെടുകയും ചെയ്തു. ദൂതൻ അവനോട് പറഞ്ഞു, സക്രിയ, ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. നിന്റെ ഭാര്യ എലിസബത്ത് നിനക്കൊരു പുത്രൻ ജനിക്കും. നീ അവന് യോഹന്നാൻ എന്ന് പേരിടണം. നിനക്ക് ആനന്ദവും സന്തുഷ്ടിയും ഉണ്ടാകും. അനേകർ അവന്റെ ജനനത്തിൽ ആഹ്ലാദിക്കുകയും ചെയ്യും. കർത്താവിന്റെ സന്നിധിയിൽ അവൻ വലിയവനായിരിക്കും. വീഞ്ഞോ മറ്റ് ലഹരിപാനീയങ്ങളോ അവൻ കുടിക്കുകയില്ല. അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ അവൻ പരിശുദ്ധാത്മാവിനാൽ നിറയും. ഇസ്രായേൽ മക്കളിൽ വളരെ പേരെ അവരുടെ ദൈവമായ കർത്താവിലേക്ക് അവൻ തിരികെ കൊണ്ടുവരും. പിതാക്കന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും അനുസരണമില്ലാത്തവരെ നീതിമാന്മാരുടെ വിവേകത്തിലേക്കും തിരിച്ചിടുവാനും സജ്ജീകൃതമായൊരു ജനത്തെ കർത്താവിനു വേണ്ടി ഒരുക്കുവാനും ഏലിയായുടെ ചൈതന്യത്തോടും ശക്തിയോടും കൂടെ അവൻ കർത്താവിന് മുമ്പേ പോകും. സക്രിയ ദൂതനോട് ചോദിച്ചു, ഞാനിത് എങ്ങനെ അറിയും? ഞാൻ വൃദ്ധനാണ്, എന്റെ ഭാര്യ പ്രായം കവിഞ്ഞവളുമാണ്. ദൂതൻ മറുപടി പറഞ്ഞു, ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേലാണ് ഞാൻ. നിന്നോട് സംസാരിക്കുവാനും സന്തോഷകരമായ ഈ വാർത്ത നിന്നെ അറിയിക്കുവാനും ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നു. യഥാകാലം പൂർത്തിയാകേണ്ട ഈ വചനം അവിശ്വസിച്ചതുകൊണ്ട് നീ മൂകനായി തീരും. ഇവ സംഭവിക്കുന്നവരെ സംസാരിക്കുവാൻ നിനക്ക് സാധിക്കുകയില്ല. ജനം സക്രിയായി കാത്തു നിൽക്കുകയായിരുന്നു. ദേവാലയത്തിൽ അവൻ വൈകുന്നതിനെ പറ്റി അവർ അത്ഭുതപ്പെട്ടു. പുറത്തു വന്നപ്പോൾ അവരോട് സംസാരിക്കുന്നതിന് സക്രിയായി കഴിഞ്ഞില്ല. ദേവാലയത്തിൽ വെച്ച് അവന് ഏതോ ദർശനമുണ്ടായി എന്ന് അവർ മനസ്സിലാക്കി. അവൻ അവരോട് ആംഗ്യം കാണിക്കുകയും ഊമനായി കഴിയുകയും ചെയ്തു. തന്റെ ശുശ്രൂഷയുടെ ദിവസങ്ങൾ പൂർത്തിയായപ്പോൾ അവൻ വീട്ടിലേക്ക് പോയി. താമസിയാതെ അവന്റെ ഭാര്യ എലിസബത്ത് ഗർഭം ധരിച്ചു. 5 മാസത്തേക്ക് അവൾ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാതെ കഴിഞ്ഞുകൂടി. അവൾ പറഞ്ഞു, മനുഷ്യയിടയിൽ എനിക്കുണ്ടായിരുന്ന അപമാനം നീക്കിക്കളയുവാൻ കർത്താവ് എന്നെ കടാക്ഷിച്ച് എനിക്കിത് ചെയ്തു തന്നിരിക്കുന്നു. നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. പ്രാർത്ഥിക്കുന്നതിൽ വിശ്വസിക്കുക. ദൈവത്തിന് പദ്ധതികളുണ്ട്. ഈശോമിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, സോഷ്യൽ മീഡിയയിലൂടെ വായിച്ചു കേട്ട വളരെ രസകരമായ ഒരു കഥയുണ്ട്. ഒരിക്കൽ ഒരു നാട്ടിൽ ഒരു ബിവറേജ് ആരംഭിക്കുവാനുള്ള നടപടികൾ തുടങ്ങി. ബിവറേജിനെതിരെ തൊട്ടടുത്ത പള്ളിയിൽ പ്രാർത്ഥനയും തുടങ്ങി. ബിവറേജിന്റെ പണികൾ യഥാസമയം പുരോഗമിച്ചു. ആഘോഷമായ പ്രാർത്ഥനയും പുരോഗമിച്ചു. ബിവറേജ് ആരംഭിച്ച ഉടനെ തന്നെ ശക്തമായ കാറ്റും മഴയും വെള്ളപ്പൊക്കവും ഉണ്ടായി. ബിവറേജ് തകർന്നു പോയി. കോടതിയിൽ ബിവറേജ് ഉടമ കേസ് കൊടുക്കുകയാണ്. പള്ളിയിലെ പ്രാർത്ഥനക്കാരാണ് എന്റെ ബിവറേജ് തകർത്തത് എന്ന്. പ്രാർത്ഥനക്കാർ തിരിച്ചും മറുപടി കൊടുത്തു, അല്ല, ഞങ്ങൾ പ്രാർത്ഥിച്ചത് കൊണ്ടല്ല ബിവറേജ് തകർന്നത് എന്ന്. ജഡ്ജി പറയുകയാണ്, പ്രാർത്ഥനയിൽ വിശ്വസിക്കാത്ത പ്രാർത്ഥനക്കാരും പ്രാർത്ഥനയിൽ വിശ്വസിക്കുന്ന അവിശ്വാസിയും. ഇന്നത്തെ സുവിശേഷം ഇതുപോലൊരു പ്രമേയം നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരികയാണ്. സക്രിയയെ സംബന്ധിച്ചിടത്തോളം സക്രിയയുടെ ഏറ്റവും വലിയ പ്രാർത്ഥന തീർച്ചയായിട്ടും എലിസബത്തിന്റെയും ഏറ്റവും വലിയ പ്രാർത്ഥന ഒരു കുഞ്ഞിനെ തരിക എന്നതാണ്. അത് തന്നെയാണ് ദൈവദൂതൻ പറയുക, സക്രിയ, നിന്റെ പ്രാർത്ഥന ദൈവം കേട്ടിരിക്കുന്നു. എന്നിട്ട്
ആ മകനെ കുറിച്ചുള്ള എല്ലാ വിശേഷണങ്ങളും പറയുകയാണ്. യോഹന്നാൻ എന്ന് പേരിടണം. അവൻ ആരായി തീരും? അവൻ കർത്താവിന് മുമ്പേ പോകും. ഇസ്രായേൽ ജനത്തെ ദൈവത്തെങ്കിലേക്ക് അവൻ തിരിക്കും. ഇതെല്ലാം പറയുകയാണ്. രാമായണമെല്ലാം പറഞ്ഞിട്ട് രാമൻ സീതയുടെ ആരാണ് എന്ന് ചോദിക്കുന്ന ഒരു അവസ്ഥ ഇവിടെ നമുക്ക് ദർശിക്കുവാനായിട്ട് സാധിക്കും. പറയുകയാണ്, ഇതെങ്ങനെ സംഭവിക്കും? ഒരിക്കലും സംഭവിക്കുകയില്ല. എൻ്റെ ഭാര്യ വന്ധ്യയാണ്, ഗർഭം ധരിക്കുകയില്ല. ഞങ്ങൾ രണ്ടുപേരും പ്രായം കവിഞ്ഞവരുമാണ്, സാധ്യതയില്ല. ഇതെങ്ങനെ സംഭവിക്കും? പക്ഷേ പ്രാർത്ഥന നിർത്തിയില്ലായിരുന്നു. വന്ധ്യ എന്ന ബോധ്യത്തോടു കൂടി തന്നെ പ്രാർത്ഥിക്കുകയായിരുന്നു. പ്രായം കവിഞ്ഞിട്ടും പ്രാർത്ഥിക്കുകയായിരുന്നു. ആ പ്രാർത്ഥനയാണ് ദൈവം കേട്ടു എന്ന് ഗബ്രിയേൽ ദൂതൻ പറയുക. ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, പ്രാർത്ഥിക്കണം, ബോധ്യത്തോടു കൂടി പ്രാർത്ഥിക്കണം. എൻ്റെ പ്രാർത്ഥന എൻ്റെ ദൈവം കേൾക്കുമെന്ന ബോധ്യത്തോടു കൂടി, വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കുന്നവരായി തീരണമെന്ന് ഈ മംഗളവാർത്താ കാലത്തിൽ ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. രണ്ടാമതായിട്ട് ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, ദൈവത്തിന് പദ്ധതിയുണ്ട് എന്ന്. ആ ദൈവത്തിന്റെ പദ്ധതിയാണ് വളരെ വിശദമായിട്ട് ദൈവം സക്രിയായിക്ക് വെളിപ്പെടുത്തി കൊടുത്തുക ഗബ്രിയേൽ ദൂതനോടെ. സക്രിയ എലിസബത്ത് ദമ്പതികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സകല പ്രതീക്ഷകളും തീർന്നു. വന്ധ്യ, ഗർഭം ധരിക്കുവാനുള്ള സാധ്യതകൾ ഇല്ല. അതോടൊപ്പം തന്നെ വീണ്ടും ആഡ് കൂടുതലായിട്ട് പറയുകയാണ്, പ്രായം കവിഞ്ഞവളാണ്, പ്രായം കവിഞ്ഞവനുമാണ്, ഒട്ടും സാധ്യതയില്ല. എന്നാൽ എൻ്റെ പ്രയത്നങ്ങളുടെയും എൻ്റെ സ്വപ്നങ്ങളുടെയും എൻ്റെ ആഗ്രഹങ്ങളുടെയും പ്രതീക്ഷ തീരുമ്പോഴും ദൈവത്തിന് പദ്ധതിയുണ്ട് എന്ന് ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ജീവിതത്തിൽ ഒരിക്കലും നിരാശപ്പെടരുത് എന്ന് ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രശ്നങ്ങളുണ്ടാകാം, പ്രതിസന്ധികളുണ്ടാകാം, അസ്വസ്ഥതകളുണ്ടാകാം, ആകുലതകളുണ്ടാകാം. ഇതിനു മുമ്പിൽ ഒരിക്കലും തളർന്നു പോകരുതെന്ന് ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവത്തിന് പദ്ധതിയുണ്ട്. ആ ദൈവിക പദ്ധതിയുടെ ഏറ്റവും വലിയ അടയാളമാണ് സക്കറിയ എലിസബത്ത് ദമ്പതികളെ സംബന്ധിച്ചിടത്തോളം. ഗർഭം ധരിച്ചു. ഗർഭധാരണത്തിന് ശേഷം പോലും 5 മാസക്കാലം ആരും കാണാതെ അവൾ കഴിയുകയായിരുന്നു. വിശ്വസിക്കുവാനായിട്ട് സാധിക്കാത്ത ഒരു അനുഭവം, ദൈവിക അനുഭവം. ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, ദൈവത്തിന് പദ്ധതികളുണ്ട്. അതോടൊപ്പം തന്നെ ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, ദൈവിക പദ്ധതികളോട് ചേർന്ന് നിൽക്കുന്നവരായി തീരുവാനായിട്ട് നമുക്ക് സാധിക്കണമെന്ന്. സക്രിയ എലിസബത്ത് ദമ്പതികളെ സംബന്ധിച്ചിടത്തോളം അവർ എന്നും ദൈവിക പദ്ധതികളോട് ചേർന്ന് നിന്ന കുടുംബമാണ്. ആ കുടുംബത്തെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് സുവിശേഷം പറയുന്നുണ്ട്. ദൈവത്തിന് മുമ്പിൽ അവർ നീതിനിഷ്ഠരും, കർത്താവിന്റെ കൽപ്പനകളും പ്രമാണങ്ങളും കുറ്റമറ്റ വിധം അനുഷ്ഠിച്ചവരുമായിരുന്നു എന്ന്. ദൈവത്തിന്റെ മുമ്പിൽ നീതിനിഷ്ഠരായിരുന്നു, കർത്താവിന്റെ കൽപ്പനകളും പ്രമാണങ്ങളും കുറ്റമറ്റ വിധം അനുഷ്ഠിച്ചവരുമായിരുന്നു സക്രിയ എലിസബത്ത് ദമ്പതികൾ. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ദൈവത്തോട് ചേർന്ന് നിന്നവരാണ് സക്രിയ എലിസബത്ത് ദമ്പതികൾ. നമ്മുടെ ജീവിതത്തിലും പ്രശ്നങ്ങളും പ്രതിസന്ധികളും അസ്വസ്ഥരാകാതെ ദൈവത്തോട് ചേർന്ന് നിൽക്കണമെന്ന് ഈ ആഗമനകാലത്തിൽ തമ്പുരാനെ സ്വീകരിക്കുവാനായിട്ട് ഒരുങ്ങുന്ന ഈ കാലത്തിൽ ദൈവം പ്രത്യേകമാംവിധം ഓർമ്മപ്പെടുത്തുകയാണ്. പ്രാർത്ഥിക്കണം, ബോധ്യത്തോടുകൂടി പ്രാർത്ഥിക്കണം. ദൈവത്തിന് പദ്ധതികളുണ്ട് എന്ന തിരിച്ചറിവിൽ പ്രാർത്ഥിക്കണം. ദൈവത്തോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കണം. ദൈവം നമ്മെ അനുഗ്രഹിക്കും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സവത്തോടും കൂടി എന്ന് കർത്താവ് ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. വഴിയും സത്യവും ജീവനുമായ മിശിഹായേ, നിന്റെ പുനരുദ്ധാനത്തിൽ ആനന്ദിക്കുന്ന ഞങ്ങളെ അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്കും അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്കും മരണത്തിൽ നിന്ന് മരണമില്ലായ്മയിലേക്കും നയിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കുന്നു.
പരിഹാസത്തിന്റെ അടയാളമായ കുരിശിനെ പുനരുദ്ധാന വഴി മഹത്വത്തിന്റെ ചിഹ്നമായി ഉയർത്തിയ കർത്താവേ, ഞങ്ങളുടെ ശരീരത്തിന്റെ അതിൻ്റെ ദുരാശകളോടുകൂടെ കുരിശ് തറയ്ക്കുവാനും ആത്മസമർപ്പണത്തിൽ നിത്യജീവൻ കണ്ടെത്തുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ദാരിദ്ര്യത്താലും രോഗത്താലും വലയുന്നവരെയും സത്യത്തെ പ്രതി പീഡമനുഭവിക്കുന്നവരെയും അങ്ങയുടെ മഹത്വപൂർണമായ ഉദ്ധാനത്തെയും അവർണ്ണീയമായ സ്വർഗഭാഗത്തെയും ഓർത്തുകൊണ്ട് നല്ല ഓട്ടം ഓടുവാനും വിശ്വാസം സംരക്ഷിക്കുവാനും വരം തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. സകലത്തിന്റെ അധികാരിയായ കർത്താവേ, ഞങ്ങളെയും ഞങ്ങൾക്കുള്ളവരെയും നിനക്ക് സമർപ്പിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. നമുക്കെല്ലാവർക്കും നമ്മയും നമ്മോരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, ബലവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങൾ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കുകയും ചെയ്യണമേ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകിക്കളയട്ടെ. കർത്താവ് തന്റെ കൃപയാലും അനുഗ്രഹത്താലും നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. ഈ അപതിനോടും വീഞ്ഞിനോടും ഒപ്പന്തമ്പുരാന്റെ കരങ്ങളിലേക്ക് നമ്മുടെ നിയോഗങ്ങളും ആവശ്യങ്ങളും നമുക്ക് സമർപ്പിക്കാം. വിശ്വാസത്തോടും ബോധ്യത്തോടും കൂടി പ്രാർത്ഥിക്കുവാൻ, ദൈവത്തോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കുവാൻ, പ്രാർത്ഥിക്കുന്നത് ദൈവം നൽകുമെന്ന, ദൈവത്തിന് പദ്ധതിയുണ്ട് എന്ന ചിന്തയിൽ പ്രാർത്ഥിക്കുവാൻ ആവശ്യമായ കൃപ അവിടുത്തോട് യാചിക്കാം. അങ്ങയുടെ ആരാധ്യമായ ത്രിത്വത്തെ എപ്പോഴും എന്നേക്കും ഞങ്ങൾ സ്തുതിക്കും. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി തന്നെ ബലിയർപ്പിക്കുകയും തന്റെ പീഡാനുഭവത്തിനെയും മരണത്തിനെയും സംസ്കാരത്തിനെയും ഉത്ഥാനത്തിനെയും ഓർമ്മയാചരിക്കുവാൻ കൽപ്പിക്കുകയും ചെയ്ത മിശിഹ തന്റെ കൃപയാലും അനുഗ്രഹത്താലും ഈ കുർബാന നമ്മുടെ കരങ്ങളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ കൽപ്പനയനുസരിച്ച് മിശിഹായുടെ സ്വർഗത്തിൽ നിന്നുള്ള മഹത്വപൂർണമായ രണ്ടാമത്തെ ആഗമനം വരെ അവിടുത്തെ വിശുദ്ധ ബലിപീഠത്തിൽ മേൽ സുദീർഘവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങൾ സജ്ജീകരിക്കപ്പെടുന്നു. അവിടുത്തേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. താതനും അതുപോലാത്മജനും ദിവ്യരൂഹായ്ക്കും സ്തുതിയെന്നും ദൈവാംബികയെയും മാർയൗസേപ്പിനെയും സദരമോർത്തിടാം പവനം ഈ ബലിയിൽ. എന്നേക്കും ആമേനാമേൻ. സുതരുടെ പ്രേക്ഷിതരേ, ഏകജ സ്നേഹിതരേ, ശാന്തി ലഭിച്ചിരുമാ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ. സർവരുമൊന്നായി പാടിയിടട്ടെ ആമേനാമേൻ. മാർത്തോമായെയും നിണസാക്ഷികളെയും സൽക്കർമ്മികളെയും ബലിയിൽ ഓർത്തിടാം.
നമ്മുടെ കൂടെ ബലവാനാം കർത്താവിൻ നന്നേക്കും രാജാവാം ദൈവം നമ്മോടൊത്തെന്നും യാക്കോബിൻ ദൈവം നമ്മുടെ തുണയെന്നും. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെ സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടിക്കുമുള്ള അതിജാതനും യുവകൾക്കെല്ലാം മുൻപ് പിതാവിന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിനുള്ള സത്യദൈവവും പിതാവിനോടുകൂടി ഏകസത്യവുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീവായി തുറക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. മനുഷ്യരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്ന് പുത്രനിൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏക പരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ശ്ലൈഹികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിലേക്ക് മാമോദീസായും ശരീരത്തിന്റെ ഉറപ്പും നിത്യായുസ്സ് ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. ആശീർവദിക്കണമേ. എൻ്റെ സഹോദരീ സഹോദരന്മാരെ, ഈ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അപേക്ഷ നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്ക് ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ചു കൊണ്ടിരിക്കുന്ന സമർത്ഥമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ പ്രിയപുത്രന്റെ ശരീരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാനും സ്വീകരിക്കുന്നവരാകുവാനും എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകി ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടി പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. സഹോദരി മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവേൻ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റോഹാദൻ സഹവാസവുമേ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ, ഉയരങ്ങളിലെ ഉയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. പിതാവാമബ്രാഹം യിസ്ഹാക്യാക്കോബെന്നിവർ തൻ ദൈവമേ നിത്യം ആരാധ്യൻ. രാജ
രാജാവേ നിൻ സന്നിധിയിൽ അഖില ചരാചര കർത്താവാം ദൈവത്തിനു ബലി അർപ്പിപ്പൂ. ന്യായവുമാണതു യുക്തവുമാം ന്യായവുമാണതു യുക്തവുമാം ന്യായവുമാണതു യുക്തവുമാം ന്യായവുമാണതു യുക്തവുമാം. സമാധാനം നമ്മോട് ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സമൃദ്ധമായ കൃപ ഈ മംഗളവാർത്ത കാലത്തിൽ ഞങ്ങളിലും ഞങ്ങളുടെ കുടുംബാംഗങ്ങളിലും ഉണ്ടാകുമാറാകട്ടെ. അശുദ്ധരായ ഞങ്ങളെ ശുദ്ധീകരിക്കുകയും ഞങ്ങളുടെ അധരങ്ങളെ പവിത്രീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, നിസ്സാരായ ഞങ്ങളുടെ കീർത്തനങ്ങൾ സകല വിശുദ്ധരുടെയും മാലാഖമാരുടെയും സ്തോത്രങ്ങളോട് ചേർക്കണമേ. ഭൂവാസികളെ സ്വർഗവാസികൾ ഒന്നിപ്പിച്ച അങ്ങയുടെ അനന്തകാരുണ്യത്തിന് എന്നേക്കും സ്തുതി. ഉയർന്ന സ്വരത്തിൽ ഇടവിടാതെ സ്തുതിച്ചുകൊണ്ട് ഞങ്ങളൊന്ന് ചേർന്ന് അങ്ങേക്ക് ഓശാന പാടുകയും ചെയ്യുന്നു. ഓശാന ഓശാന ഓശാന. സ്വർഗീയ സിംഹാസനത്തിൽ വാഴും കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗീയ സിംഹാസനത്തിൽ വാഴും കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ. അത്യുന്നതനാം സ്വർഗീയ രാജൻ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. അത്യുന്നതനാം സ്വർഗീയ രാജൻ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്തുതികളിൽ വാഴുന്ന ദൈവമേ, ഓശാന ഓശാന ഓശാന. ബലവാനായി വാഴുന്ന സൃഷ്ടാവേ, ഓശാന ഓശാന ഓശാന. അത്യുന്നതനാം സ്വർഗീയ രാജൻ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. അത്യുന്നതനാം സ്വർഗീയ രാജൻ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കുവാൻ അവിടുന്ന് നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈശോ തനിക്കായി സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന അപ്പവും വീഞ്ഞും തൻ്റെ തിരുശരീരവും തിരുരക്തവുമാക്കി മാറ്റുന്നതോടൊപ്പം ദൈവകരങ്ങളിലേക്ക് നാം സമർപ്പിച്ച് എല്ലാ നിയോഗങ്ങളും ആവശ്യങ്ങളും ദൈവഹിതത്തിനനുസരിച്ച് ശാന്തിയായി സമാധാനമായി സ്നേഹമായി ഐക്യമായി ക്ഷമയായി മനസാദരമായി സൗഖ്യമായി വിജയമായി മാറ്റിത്തരണമേ എന്ന് അവിടുത്തോട് അപേക്ഷിക്കാം. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഠാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ
നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തേ വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുകയും അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുകയും ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെന്റെ സർവ്വസ്വവും മുൻപിലണച്ച് കുമ്പിടുന്നു. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും ഞങ്ങളുടെ പ്രാർത്ഥന സഹായം പ്രത്യേകം ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ മാതാപിതാക്കൾക്കും ബന്ധുമിത്രാദികൾക്കും കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയും ഞങ്ങളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയും ഞങ്ങൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവം കാത്തിരിക്കുന്ന അയോഗ്യരാ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയും കർത്താവേ അങ്ങേ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ അങ്ങയുടെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. അങ്ങയുടെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് അവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൂർത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും അങ്ങേ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ എന്നിൽ കനിയേണമേ, പാപങ്ങൾ പൊറുക്കേണമേ, ഘോരമാം എൻ്റെ അപരാധങ്ങൾ സദയം നാഥ പൊറുക്കേണമേ. അറിയുന്നു ഞാനെൻ പാപങ്ങൾ, കാണുന്നു ഞാനവയൻ മുൻപിൽ. നിൻ തിരുകൽപ്പനയാലെങ്കിൽ
തിരുമുൻപിൽ പാപം ചെയ്തു ഞങ്ങളുടെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ തിരുശരീരവും തിരുരക്തവും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ദിവ്യസക്രാരിയിൽ ഈശോ വാഴുന്നേതാ പൂജ്യമാമോസ്തിയിൽ ദിവ്യകാരുണ്യമായി ദിവ്യസക്രാരിയിൽ ഈശോ വാഴുന്നേതാ പൂജ്യമാമോസ്തിയിൽ ദിവ്യകാരുണ്യമായി നിത്യജീവൻ തരാൻ സ്വർഗരാജ്യം തരാൻ സ്നേഹകൂദാശയായി ഈശോ അണയുന്നീതാ നിത്യജീവൻ തരാൻ സ്വർഗരാജ്യം തരാൻ സ്നേഹകൂദാശയായി ഈശോ അണയുന്നീതാ ദിവ്യകാരുണ്യമേ സ്നേഹമേ സ്വർഗീയമാം വരദാനമേ നിന്നെ സ്തുതിക്കുന്നു നിന്നെ നമിക്കുന്നു നിത്യവും ആരാധിക്കുന്നു ദിവ്യകാരുണ്യമേ സ്നേഹമേ സ്വർഗീയമാം വരദാനമേ നിന്നെ സ്തുതിക്കുന്നു നിന്നെ നമിക്കുന്നു നിത്യവും ആരാധിക്കുന്നു. നമ്മുടെ കർത്താവിശ്വമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷയുടെ അമൂല്യമായ ശരീരത്തിലെ നമുക്ക് എല്ലാവർക്കും ഭക്തിയോടെ സമീപിക്കാം. അനുരാപനശരണത്തോടെ അവരിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാമ്പളെ കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സൗഹൃദങ്ങൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സ്ഥലത്തിന്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപോദരാജിക്കുകയും ചെയ്യാം. കർത്താവേ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. മിണ്ടാലും കലങ്ങളും പിടിഞ്ഞ് മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാവിനെ മുക്തമാക്കാം. കർത്താവേ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പും ഐക്യത്തോടും കൂടി ദൈവരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ ഇവരുടെ ശരീരങ്ങളും എപ്പനും വാൻമരക്ഷം കാരണമാകട്ടെ, നിത്യജീവന കാരണമാകട്ടെ, എന്നേക്കുമാകുമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ചോദിക്കുന്നതെല്ലാം ഞാൻ നിങ്ങൾക്ക് നൽകാമെന്ന് പറഞ്ഞ നല്ല ദൈവത്തോട് ഞാൻ ചോദിച്ചതെല്ലാം എനിക്ക് ലഭിക്കും എന്ന മനോവിശ്വാസത്തോടു കൂടി അവിടുത്തെ വിളിച്ചപേക്ഷിക്കാം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നിശ്ചയമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യം ശക്തിയും മഹത്വം എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ, അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു.
പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവേൻ. സഭാമാതാവേ, നിന്റെ സന്താനങ്ങളുടെ ഉദരങ്ങൾ വഴി നീ മിശിഹായി കൃതജ്ഞത അർപ്പിക്കുക. എന്തുകൊണ്ടെന്നാൽ അവൻ നിനക്ക് വേണ്ടി പീഡയനുഭവിച്ചു. കീപ്പയാകുന്ന പാറമേൽ നിന്നെ പണിതുയർത്തി നിന്നെ സംരക്ഷിക്കുവാൻ അജപാലകന്മാരെ നൽകി തന്നെ നൽകിക്കൊണ്ട് ദൈവരാജ്യത്തിന്റെ ഭക്ഷണം നിന്നിൽ സജ്ജീകരിക്കുകയും ചെയ്തു. മാലാഖമാരോട് കൂടെ നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവേ മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. എപ്പോഴും എന്നേക്കും ആമേൻ. മിശിഹാ ശരീരന്റെ രക്തവും കടങ്ങളുടെ പുറത്തേക്കും നിത്യജീവനം കാരണമാണ്. കാരുണ്യമേ, ഹൃത്തിനാനന്ദമേ, ദിവ്യകൂദാശയായി എന്നിലലിയോ. സ്നേഹവാത്സല്യമേ, ആത്മസൗഭാഗ്യമേ, പൂർണ്ണമായി എന്നെ നിന്റേതായി മാറ്റൂ. ദിവ്യകാരുണ്യമേ, ഹൃത്തിനാനന്ദമേ, ദിവ്യകൂദാശയായി എന്നിലലിയോ. സ്നേഹവാത്സല്യമേ, ആത്മസൗഭാഗ്യമേ, പൂർണ്ണമായി എന്നെ നിന്റേതായി മാറ്റൂ. മഴയായി പൊഴിയൂ മനസ്സിൻ ഭൂവിൽ, സ്നേഹക്കുളിരായി നിറയൂ ഇന്നെന്നത്തിൽ. നിത്യനാരാധന സ്തുതിനാഥ, നിത്യനാരാധന സ്തുതിനാഥ. നിത്യപുരോഹിതനായ ഈശോ, അങ്ങേ ദാസന്മാരായ വൈദികർക്ക് യാതൊരു ആപത്തും വരാതെ അങ്ങേ ഹൃദയത്തിൽ അഭയം നൽകണമേ. അങ്ങേ പരിശുദ്ധമായ ശരീരത്തെ ദിവസവും ദൃഢപ്പെടുത്തുന്ന അവരുടെ പൂശിപ്പെട്ട കരങ്ങളെ മലിനമാക്കാതെ കാക്കണമേ. അങ്ങേ വിലയേറിയ രക്തത്താൽ നനയുന്നവരുടെ നാവുകളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. ശ്രേഷ്ഠമായ പൗരോഹിതത്തിലെ മഹനീയമുദ്ര പതിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോകവസ്തുക്കളിൽ അകറ്റുകയും വിശദമായി കാത്തുകൊള്ളുകയും ചെയ്യണമേ. അങ്ങേ ദിവ്യസ്നേഹം അവരുടെ ലോകതന്ത്രങ്ങളിൽ നിന്ന് സംരക്ഷിക്കട്ടെ. അവരുടെ പ്രയത്നങ്ങൾ ഫലസമൃദ്ധങ്ങളായി ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർ ഇതരടാനന്ദവും ആശ്വാസവും പരിതൃപ്തി സൗഭാഗ്യത്തിന്റെ മൗഢവുമായി തീരട്ടെ. ആമേൻ. ലോകരക്ഷകനായ ഈശോ, അങ്ങേ പുരോഹിതരെ വൈദിക ശുശ്രൂഷകരെ ശുദ്ധീകരിക്കണമേ. വൈദികരുടെ രാജ്ഞിയായ പരിശുദ്ധ മറിയമേ, വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ അൽഫോൻസാമേ, സന്യസ്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. തിരുക്കുടുംബമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. അറിയിപ്പുകൾ. നാളെ നവംബർ 30 രാവിലെ 6:15 പൂർവ്വരെ അനുസ്മരിച്ച് മരണാന്തര സഹായ സംഘത്തിന്റെ നേതൃത്വത്തിൽ വിശുദ്ധ കുർബാന. വൈകിട്ട് 6 അശോകപുരം പള്ളിയിൽ മരിച്ചവർക്ക് വേണ്ടിയുള്ള റാസ കുർബാന. ക്രിസ്മസ് ആഗതമാകുന്നു. ഒരുക്കത്തിന്റെ അടയാളമായ നക്ഷത്രം വീടിൻ്റെ മുമ്പിൽ 1-ാം തീയതി തന്നെ തൂക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. 1-ാം തീയതി 25 നോമ്പ് ആരംഭിക്കുന്നു. ഉണ്ണീശോയ്ക്ക് 1 രൂപ. ഓരോ കുടുംബത്തിലെ ഓരോ അംഗവും ഏറ്റവും പാവപ്പെട്ടവനായി ജനിച്ച ഈശോയെ ഓർത്ത് 1 രൂപ വീതം എല്ലാ ദിവസവും ക്രിസ്മസ് വരെ പാവങ്ങൾക്കായി മാറ്റിവെക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. പുതിയ 1 ലക്ഷം രൂപയുടെ ലഘു നിക്ഷേപം സാനു സാംസന്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്നു. താല്പര്യമുള്ളവർ സാനുവിനെ അറിയിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം.
പരിശുദ്ധാത്മാന്റെ കൃപാവർത്താൽ സുദൃഢവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരും നമുക്ക് എല്ലാവർക്കും ഇവിടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, സുദൃഢവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങൾ കടങ്ങളുടെ മോചനത്തിനായി അങ്ങ് കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകിയതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. സകലത്തിന്റെയും നാഥായ നീക്കും. കർത്താവേ ആശീർവദിക്കണമേ. ലോകരക്ഷകനായ മിശിഹായെ ഞങ്ങളെ ദൈവമക്കളാക്കുവാൻ വേണ്ടി മനുഷ്യനായി പിറക്കുകയും പാപാന്തകാരത്തിൽ നിന്ന് പ്രകാശത്തിന്റെ പാതയിലേക്ക് ഞങ്ങളെ നയിക്കുകയും ചെയ്തതിനെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. സകലത്തിന്റെയും നാഥായ നീക്കും. മനുജകുലത്തിൻ രക്ഷയ്ക്കായി മണ്ണിലണഞ്ഞൊരു ദൈവസുധ പാവനമങ്ങേ തിരുനാമം പൂജിതമങ്ങേ സാന്നിധ്യം ലോകത്തിൻ്റെ പ്രകാശം നീ മർത്യകുലത്തിനു ശരണം നീ സ്തുത്യർഹൻ നീ മിശിഹായേ നിത്യവും അങ്ങയെ വാഴ്ത്തുന്നു. ദൈവത്തിൻ ജനമേ നിങ്ങൾ മംഗളവാർത്ത കാലത്തിൽ നന്മ തെളിക്കും പാതകളിൽ യോഗ്യതയോടെ നീങ്ങിടുവിൻ. രക്ഷകനാഗതനാകുമ്പോൾ തന്നുടെ കൃപകൾ നേടിടുവിൻ. ദൈവം വരനിര ചൊരിയട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ കർത്താവിന്റെ കബറിടമേ സ്വസ്തി. അങ്ങ് ഞങ്ങൾ സ്വീകരിച്ചിരുവാന കടങ്ങൾ പ്രതി പാപങ്ങളുടെ മോചനത്തിന് കാരണമാകട്ടെ. ഇനിയൊരു ബലി അർപ്പിക്കുവാൻ ഞാൻ വരുമേല്ലയോ എന്നറിഞ്ഞുകൂടാ.